ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മഹേഷും രാധയും വല്യമാമ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മയോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ലെന്ന് സംസാരത്തിൽ വല്യമാമ സൂചിപ്പിച്ചിരുന്നു എന്ന് മഹേഷ് പറയേ, ശരിയാ, നമ്മളെല്ലാരും കൂടി പറഞ്ഞ് നിർബന്ധിച്ച് സമ്മതിപ്പിക്കണമെന്നാ വല്യമാമ പറഞ്ഞത് എന്ന് രാധയും. കൊള്ളാം, നമുക്ക് തന്നെ നിർബന്ധിച്ച് നടത്തി കൊടുക്കാം. സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവും. ഇങ്ങനത്തെ വാർത്തകളാണല്ലോ ആൾക്കാർക്ക് താല്പര്യം എന്ന് മഹേഷ് പറയേ, ആളുകൾക്ക് നമ്മുടെ കുടുംബം പറഞ്ഞ് ചിരിക്കാനുള്ള തമാശയാവും എന്ന് രാധയും. ഉറപ്പല്ലേ? എന്നാലും ഏത് ലോകത്തിന്ന വല്യമ്മ ഇതൊക്കെ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് മഹേഷ് പറയേ. ഇവരൊക്കെ ഈ കഥകളിൽ കാണുന്ന പോലെയാണോ ജീവിതത്തെ കാണുന്നത് എന്ന് രാധയും ചോദിക്കുന്നുണ്ട്. ആ വീണയും വല്യമാമയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ എന്ന് മഹേഷ് പറയേ. അതേന്നെ, അവൾ അങ്ങനെയല്ലേ നിൽക്കൂ. എടാ, നമ്മൾ ഒരു കാരണവശാലും ഈ ആലോചനയായി മുന്നോട്ട് പോവാൻ അവരെ സമ്മതിക്കരുതെന്ന് രാധയും. അതിനാര് സമ്മതിക്കുന്നു? ഇന്ന് തന്നെ അമ്മയോട് ഇക്കാര്യം സംസാരിച്ച് ഒരു തീർപ്പിലെത്തണം. അല്ലാതെ ഒളിച്ചു മറിച്ചൊന്നും ഇക്കാര്യം സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് മഹേഷും. അത് ശരിയെന്ന് രാധയും സമ്മതിക്കേ. എന്നാ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അമ്മയെ കണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തണം. വാ എന്ന് പറഞ്ഞ് മഹേഷ് രാധയെ വിളിച്ചോണ്ട് പോവുകയാ. പിന്നീട് മാധവത്തിലെത്തിയ മഹേഷിനെയും രാധയുമാണ് കാണിക്കുന്നത്. വീണയും അമ്മയുടെ അരികിൽ തന്നെ നിൽപ്പുണ്ട്. മഹേഷ് അമ്മയോടായി, ഞങ്ങളോട് 3 പേരോടുമായിട്ടാ വല്യമ്മ ഇക്കാര്യം പറഞ്ഞതെന്ന് പറയേ. സത്യത്തിൽ എനിക്കും മഹേഷിനും ഈ കാര്യം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് രാധയും പറയുന്നുണ്ട്. അത് നമ്മൾ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഒട്ടും ആലോചിക്കാത്തോണ്ടാ എന്ന് വീണയും പറയുന്നുണ്ട്. അത് കേൾക്കെ മഹേഷും അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാന്ന് വെച്ചാൽ അമ്മയെ കെട്ടിച്ചു വിടുക എന്നല്ല എന്ന് പറയേ. അതെ, ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു തർക്കത്തിലേക്കൊന്നും പോവണ്ട. ഞാനിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഇക്കാര്യം അറിയുന്നത് തന്നെ. ശിവരാമേട്ടൻ എന്നോടൊന്നും ഇക്കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടില്ല എന്ന് അമ്മയും പറയുന്നുണ്ട്. അമ്മയോട് സംസാരിച്ച് ഇക്കാര്യം സമ്മതിപ്പിക്കാനാ വല്യമ്മ ഞങ്ങളോട് പറഞ്ഞതെന്ന് രാധയും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന് ഞങ്ങൾ അപ്പോഴേ പറയുകയും ചെയ്തെന്ന് മഹേഷ് പറയേ. 2 പേർ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ നിർബന്ധത്തിലാവരുതെന്നാ എന്റെ ഒരു കാഴ്ചപ്പാട്. ഞാനങ്ങനെ യാതൊരു ചിന്തയും വെച്ചിട്ടില്ലെന്ന് ടീച്ചറമ്മയും. അത് കേൾക്കെ വീണയും വല്യമാമയ്ക്ക് ഒരു പേടിയാണ്. പ്രായമാവുമ്പോ അമ്മ ഒറ്റയ്ക്കാവുമ്പോ എന്നൊരു പേടി. പെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഓട്ടമൊക്കെ അവസാനിച്ച അമ്മ വല്ലാത്ത ശൂന്യതയിലാവാനുള്ള സാധ്യതയാ വല്യമാമ പറഞ്ഞത്. ആ പേടി സത്യത്തിൽ എനിക്കുമുണ്ടെന്ന് അവളും പറയുന്നുണ്ട്. പ്രായമാവുമ്പോ എല്ലാവരുടെയും അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ ഒരാളെ വിവാഹം കഴിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ പ്രായമൊന്നും ഒരു തടസ്സവുമല്ല. പ്രായം കൂടുമ്പോ ഒന്നിച്ചു ജീവിക്കുക എന്നത് പരിഹസിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു പൊതുബോധമുണ്ട്. അത് ശരിക്കും തിരുത്തപ്പെടേണ്ടതാണ്. ഇപ്പോഴേ ഇവളുടെ കാര്യത്തിൽ തന്നെ ഉടനെയൊന്നും മറ്റൊരു ജീവിതത്തിലേക്ക് പോവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിനായി നമ്മൾ അവളെ ഉപദേശിക്കാതിരിക്കുക എന്നത് നമ്മുടെ മര്യാദയാണ്. കുറച്ചു പ്രായം കഴിഞ്ഞ് മറ്റൊരു ബന്ധമാവാന്ന് കുഞ്ഞിക്ക് തോന്നിയ അതിനെയും നമ്മൾ പിന്തുണയ്ക്കണം. 2 പേര് ഒന്നിച്ചുള്ള ജീവിതം അവര് 2ആളുടെയും തീരുമാനമായിരിക്കണം. അങ്ങനെ വേറെ ആർക്കും അതിൽ വലിയ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല എന്നമ്മ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അമ്മ കൃഷ്ണചന്ദ്രൻ സാറുമായി വേറൊരു ജീവിതത്തിലേക്ക് പോയ ആ മോഹം പറഞ്ഞതൊക്കെ ശരിയാവില്ലെന്ന് മഹേഷും ചോദിക്കുക. മോഹം പറഞ്ഞതൊന്നും ശരിയാവുന്നതും തെറ്റാവുന്നതുമൊന്നും എന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല. അയാൾ എന്റെ ഒരു ചോയ്സേ ആയിരുന്നില്ല. എന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞ വീട്ടുകാരുടെ ആ തീരുമാനം ഞാൻ വിശ്വസിച്ച് അംഗീകരിച്ചെന്നേയുള്ളൂ. ഞാൻ കാരണമല്ലാതെ തുലഞ്ഞു പോയൊരു ജീവിതമാ എന്റേത്. അതിന് കാരണക്കാരനായ ആളുടെ വാക്കുകൾ എന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒട്ടും നിർണയിക്കില്ലെന്ന് അമ്മ പറയേ. അമ്മ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് എന്ന് രാധയും ചോദിക്കുന്നുണ്ട്. എന്റെ മക്കളെ, ഞാൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നമ്മ പറയുമ്പോ, അമ്മേ, പെൻഷൻ ആയി കഴിഞ്ഞാലും ഞങ്ങൾ 3 പേരുടെയും കൂടെ അമ്മയ്ക്ക് മാറി മാറി നിൽക്കാലോ. പിന്നെ അമ്മ ഒപ്പം നിന്നാൽ ഞങ്ങളുടെ പിള്ളേർക്കും സന്തോഷമാവുമെന്ന് മഹേഷും പറയുന്നുണ്ട്. പെൻഷനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഒപ്പം നിൽക്കാനും നിങ്ങളുടെയും മക്കളുടെയും കാര്യത്തിൽ ഇടപെടാനും ഇനി ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഉണ്ടാവും ജീവിത അവസാനം വരെ. ഈ മക്കൾക്ക് വേണ്ടി മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് ജീവിക്കണമെന്ന് ഞാൻ കരുതുന്നേയില്ല. ജീവിതത്തിൽ നിങ്ങൾക്കൊരു പതർച്ചയുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞാൻ ഉണ്ടാവും. ബാക്കി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കേ. ഞാനൊരു ട്രാഫിക് പോലീസിനെ പോലെ നിങ്ങളെ ഇടവും വലവും തിരിയേണ്ട വഴികൾ കാണിച്ച് ഇടപെടില്ല. ആ ഒരു മര്യാദ നിങ്ങൾ തിരിച്ചെന്നോടും കാണിക്കണം. എന്റെ ജീവിതത്തിലും നിങ്ങൾ ട്രാഫിക് പോലീസ് കളിക്കാൻ വരരുത്. ഞാൻ ജീവിക്കുന്നത് എന്റെ ശരികളിലാണ്. അതാണ് എന്റെ ജീവിതം. എന്റെ ആയുസിന്റെ വലിയൊരു ഭാഗം എന്നെ സ്നേഹത്താലും ബന്ധങ്ങളാലും പലരും ഇടപെട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി അതിന് ഞാനില്ലെന്ന് ടീച്ചറമ്മയും. മഹേഷും അമ്മേ, എന്തു തീരുമാനമെടുക്കുമ്പോഴും സമൂഹത്തെ കൂടി ഒന്ന് ഭയക്കണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീരുമാനങ്ങൾ ശരിയാണെന്ന ബോധ്യം നമുക്കുണ്ടായാൽ മതി എന്ന് അമ്മയും പറയുന്നുണ്ട്. അമ്മ ആളുകൾ പറഞ്ഞു ചിരിക്കുമെന്ന് മഹേഷ് ഓർമ്മിപ്പിക്കേ. എന്റെ ശരിയിൽ എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ആ ചിരികളെയൊന്നും ഞാൻ ഭയക്കുന്നില്ലെന്ന് അമ്മയും. എല്ലാം കേട്ടുനിന്ന രാധയും, അപ്പോ അമ്മ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. ഉണ്ടാവുന്ന നാണക്കേട് ഞങ്ങൾ സഹിക്കണമല്ലേന്ന് ചോദിക്കുക. ടീച്ചറമ്മയും, മഹേഷെ, നിങ്ങൾ കരുതുന്ന പോലെ യാതൊരു തീരുമാനവും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഇനി എന്റെ തീരുമാനം
തീരുമാനങ്ങളെ ആർക്കും സ്വാധീനിക്കാനും കഴിയില്ല. എന്റെ തീരുമാനങ്ങൾ കാരണം നിങ്ങൾക്ക് നാണക്കേടുണ്ടാവുമെന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ പ്രവൃത്തി കാരണം മാത്രമേ നിങ്ങൾക്ക് നാണക്കേടുണ്ടാവൂ. ഇക്കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചൊന്ന് അമ്മയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കെ മഹേഷും അമ്മേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായെന്ന് പറയേ വല്യമ്മ പറഞ്ഞ കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് രാധയും. അങ്ങനെ നടത്താൻ ഞാൻ തുനിഞ്ഞിറങ്ങുന്നുമില്ല, മനസ്സിലായോന്ന് ടീച്ചറമ്മയും. ഞാൻ ഇറങ്ങുന്നു, വെറുതെ സംസാരിച്ചു നിന്ന് കാര്യമൊന്നുമില്ലെന്ന് മഹേഷ് രാധയോടായി പറഞ്ഞ് അമ്മയൊന്ന് താക്കീതോടെ നോക്കിക്കൊണ്ട് അവനും രാധയും കൂടി അവിടെ നിറങ്ങുക. വീണയും അമ്മയോടായി ഇത്രയും സ്ട്രോങ് ആയൊരു നിലപാട് പറഞ്ഞത് നന്നായി അമ്മ. രണ്ടാളും കൂടി അമ്മയൊന്ന് വിരട്ടാമെന്ന് കരുതി ഇറങ്ങിയതായെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവരാമേട്ടന് സരസുവിന്റെ കോൾ വരുന്നുണ്ട്. ശിവരാമേട്ടൻ കോൾ എടുക്കുമ്പോഴേക്കും ഏട്ടൻ ഇന്ന് ടൗണിൽ വന്നിരുന്നല്ലേ എന്ന് ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട്. അദ്ദേഹവും ചിരിയോടെ അതെടി എന്നാ പറ്റിയെന്ന് ചോദിക്കുക. ഇതിനപ്പുറം എന്തു പറ്റാനാ, ഏട്ടൻ പോയി പിള്ളേരോട് കൃഷ്ണചന്ദ്രൻ സാറിന്റെ കാര്യം സംസാരിച്ചോ എന്ന് സരസു ചോദിക്കേ. അത് പിന്നെ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്ന് കരുതിയടി എന്ന് ശിവരാമേട്ടനും. എന്ത് തീരുമാനത്തിലേക്ക് എത്താനാ, എന്നിട്ട് എന്തായെന്ന് സരസുവും. എത്ര കാലമെന്ന് വെച്ചാ കൊച്ചേ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നെന്ന് ശിവരാമേട്ടൻ ചോദിക്കേ. അതിന് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതാ എന്ന് ടീച്ചറമ്മയും. നീ ഇങ്ങനെ കിടന്ന് ഉരുളല്ലേ കൊച്ചേ, നിനക്കിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു തുണ വേണ്ടേ എന്ന് ചോദിക്കേ. ഏട്ടൻ ഇപ്പോ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ആദ്യം എന്നോട് വേണ്ട ഏട്ടാ സംസാരിക്കാൻ എന്ന് സരസുവും ചോദിക്കുക. ആദ്യം പിള്ളേരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ നീ പിടി തരില്ലെന്ന് ശിവരാമേട്ടനും. ഇതിപ്പോ ഞാൻ പിള്ളേരുടെ മുമ്പിൽ നാണം കെട്ടില്ലെന്ന് സരസു ചോദിക്കേ. ചില കാര്യങ്ങൾക്ക് ചിലര് കൂടെ നിൽക്കും, ചിലരെ കൂടെ കാണില്ല, അത് സ്വാഭാവികം, അതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. എന്നാലും ഇക്കാര്യം പിള്ളേരോട് സംസാരിക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കായിരുന്നു എന്ന് സരസു പറയേ. അതെ, നീ ഉഴപ്പുമെന്ന് എനിക്കറിയാമായിരുന്നു, അതാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ശിവരാമേട്ടനും. അത് കൊള്ളാം ഏട്ടാ, രാധയും മഹേഷും കൂടി ഒന്നിച്ചു വന്ന് പിള്ളേരെ ചോദ്യം ചെയ്യുന്ന പോലെ എന്നെ ചോദ്യം ചെയ്തു. ഞാനത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആലോചിച്ച മോഹം പറഞ്ഞതൊക്കെ ഉള്ളതാവില്ലെന്നാ അവരുടെ ചോദ്യം. എന്നാലും ഞാൻ അറിയാതെ ഏട്ടൻ ഇത്രയും പ്ലാൻ ചെയ്ത് നടത്തിയല്ലോ എന്ന് പരിഭവത്തോടെ സരസുവും. ഇല്ലല്ലേ, ഇതൊന്നും നടക്കില്ലെന്ന് ഏട്ടൻ പറയേ. കൊള്ളാം, ടൗൺ വരെ വന്ന് പിള്ളേരെ കണ്ട് മടങ്ങിയല്ലേ, എന്നിട്ട് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലേ എന്ന് സരസുവും ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ ഒന്നും നടക്കില്ലായിരുന്നു, അതുകൊണ്ടാ. ഇനി വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടായിരുന്നടി, അതാ മടങ്ങിയത്. എന്നതായാലും എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, അങ്ങനെ ഞാൻ മുന്നോട്ട് പോകും. സരസുവിന്റെ നല്ലതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, കാര്യങ്ങളിൽ നീ ഒപ്പമുണ്ടാവണം എന്ന് ശിവരാമേട്ടൻ പറയേ. തൽക്കാലം അതൊന്നും ആലോചിക്കണ്ട ശിവരാമേട്ട എന്ന് സരസുവും. കാരണവന്മാർ തീരുമാനമെടുത്ത് പറയുമെന്ന് ശിവരാമേട്ടൻ പറയേ. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും നടപ്പില്ലെന്ന് സരസുവും. എല്ലാവർക്കും ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നും, ക്രമത്തിൽ നമ്മൾ പൊരുത്തത്തിലായിക്കൊള്ളും. ദേ, നീ ആലോചിച്ച് ടെൻഷൻ ആവുകയൊന്നും വേണ്ട. ഈ ആഴ്ച ഞാൻ വീണ്ടും വരുന്നുണ്ട്, അന്നേരം നമുക്ക് നേരിട്ട് കാണാം. ഞാൻ മാധവത്തിലോട്ട് വരാം. എന്നാ ശരി, ഞാൻ വരുമ്പോ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ശിവരാമേട്ടനും കോൾ വെക്കുകയാ. പിന്നീട് കനി ജോണിനെ വിളിക്കുന്നുണ്ട്. ജോൺ കോൾ എടുത്ത് ഹലോ കനി, എന്തൊക്കെയാണ് എന്ന് ചോദിക്കേ. ഹലോ ജോണേട്ടനെ വെടിയേറ്റുന്നൊരു ന്യൂസ് കേട്ടപ്പോ വിളിച്ചതാ എന്ന് കനിയും. അതെന്താ അത് എന്ന് സംശയത്തോടെ ജോൺ ചോദിക്കേ. വീണ ജോണേട്ടനെ തേച്ചല്ലേ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ സംശയത്തോടെ എങ്ങനെ തേച്ചെന്ന് എന്ന് ജോണും. ഞാൻ ജോണേട്ടനോട് എന്റെ കാര്യം പറയാൻ വന്നപ്പോ എന്തുകൊണ്ടാ എന്നെ തള്ളിയതെന്ന് എനിക്കറിയാം, അത് വീണയായതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു. സന്തോഷേട്ടന്റെ ഡിവോഴ്സ് കാര്യങ്ങൾ കൂടി കഴിയുമ്പോ വിചാരിച്ച പടി തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഞാനും കരുതി. പക്ഷേ ഇപ്പോഴും വീണ സന്തോഷേട്ടന്റെ പുറകെ തന്നെ നടക്കുമല്ലേ. അവളോട് പല തവണ ഞാൻ താക്കീത് ചെയ്തതാ, പക്ഷെ അവള് കേൾക്കുന്നില്ല. ഫലത്തില് ജോണേട്ടൻ തേഞ്ഞൊട്ടി, ശരിയല്ലേ എന്ന് കനിയും. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല കനിയെന്ന് ജോൺ പറയേ. ഇനി അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, പക്ഷെ ഞാൻ ഇതെന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനേ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. കഥ ഇങ്ങനെയാണെങ്കിൽ ജോണേട്ടനും ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരും എന്നവൾ പറയ സംശയത്തോടെ. എങ്ങനെ മാറി ചിന്തിക്കണമെന്നാ എന്ന് ജോണും. അവളും ചിരിയോടെ അതൊക്കെ ചിന്തിച്ചാ കിട്ടും, ചിന്തിക്ക് ജോണേട്ടാ. പിന്നെ മേരിക്കുട്ടി ടീച്ചറോടും അന്വേഷണം പറയണേ, ബാക്കിയൊക്കെ നേരിൽ കാണുമ്പോ പറയാം. അപ്പൊ ശരിയെന്ന് കനി പറയുമ്പോഴേക്കും എനിക്ക് സത്യത്തിലെ കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല കേട്ടോ എന്ന് ജോണും പറയുന്നുണ്ട്. തൽക്കാലം ഇത്രയൊക്കെ മനസ്സിലായ മതി, ബാക്കിയൊക്കെ നേരിൽ പറയാം എന്നവൾ പറയേ. ഓ ആയിക്കോട്ടെ എന്ന് ജോണും. പിന്നീട് അവൻ അമ്മയുടെ അരികിലേക്ക് ചെന്ന് അമ്മേ കിടന്നില്ലല്ലേ എന്ന് ബെഡ്ഷീറ്റ് വിരിക്കായിരുന്ന അമ്മയോടായി ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്തെന്ന് അവർ ചോദിക്കേ. കനി വിളിച്ചിരുന്നു, എന്നെ വീണ തേച്ചോ എന്നുള്ളതാ ചോദ്യം എന്നവൻ പറയേ. അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് അമ്മയും. അല്ല, സന്തോഷമായി ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നീക്കിയ ശേഷവും വീണ സന്തോഷിന്റെ കൂടെ നടക്കുന്നുവെന്ന് എന്ന് ജോൺ പറയേ. അത് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്കല്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അല്ല, അത് കഴിഞ്ഞിട്ടും പിന്നെയും പിന്നാലെ പോകുന്ന കനി പറയുന്നത് എന്നവൻ പറയേ. അതും ശരിയാ, ഇനിയും എന്തിനാ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനെന്ന് അമ്മയും. എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് കനി നാട്ടിലേക്ക് വരുന്നു. വീണയെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലെന്ന് ജോണും പറയുന്നുണ്ട്. ഓഹോ, രണ്ടും കൂടി ഇടിയാവുമല്ലോ
എന്ന് അമ്മ പറയുമ്പോൾ കുറെ കനികയുടെ നമ്പർ ആവും. എന്തെങ്കിലും ഉദ്ദേശം കാണും അമ്മയെന്ന് ജോണും. എന്തുദ്ദേശമെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കെ ആർക്കറിയാം അമ്മേ, ഞാനും കാര്യങ്ങളൊന്ന് മാറ്റി ചിന്തിക്കാനാ കനിയുടെ ഉപദേശം എന്ന് ജോൺ പറയേ. എന്തു മാറ്റി ചിന്തിക്കാനെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ തന്നെ ചിന്തിക്കാൻ എന്ന് ജോണും. അതുകൊള്ളാലോ, ഞാൻ എന്തായാലും സരസുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. മേരിക്കുട്ടി അപ്പോൾ തന്നെ സരസുവിനെ വിളിക്കുക. സരസുവും കോളെടുത്ത് മേരി എന്താടി വിശേഷം എന്ന് ചോദിക്കുക. സരസു, കനി ഇന്ന് ജോണിനെ വിളിച്ചിട്ട് ജോണിന് വീണ തേച്ചോ വിഷമായോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കനി എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു എന്ന് മേരിക്കുട്ടി പറയേ. നാട്ടിലേക്ക് വരുന്ന കാര്യം എന്നോടും പറഞ്ഞു. വേറെന്ത് പറഞ്ഞടിന്ന് സരസു ചോദിക്കുക. ജോൺ കാര്യങ്ങൾ മാറി ചിന്തിക്കണമെന്ന് പറഞ്ഞുന്ന്. ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വീണ നടന്നിട്ട് ഇപ്പൊ കാര്യങ്ങളിൽ ഉഴപ്പാണെന്ന്. സന്തോഷിനോടൊപ്പോ വീണയ്ക്കൊരു സോഫ്റ്റ് അപ്രോച്ച് ആണെന്നാ കനി പറഞ്ഞത്. എന്തിനെ ഇത്രയും അനുഭവിച്ചിട്ടും അവരുടെ പിന്നാലെ പിന്നെയും നടക്കുന്നതെന്ന കനിയുടെ ചോദ്യം. സത്യത്തിൽ കനി ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണേ. സന്തോഷിന്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, അവന്റെ ചേട്ടത്തിയുണ്ട്. അങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് വീണ എന്തിനാ പിന്നെയും കയറി ചെല്ലുന്നതെന്നാ കനി ചോദിക്കുന്നത്. വീണയെ വിശ്വസിക്കരുതെന്ന് ഒരു താക്കീത് ചെയ്യുന്ന പോലെ കനി പറഞ്ഞു. എന്തായാലും ഉടനെ എത്തുമെന്നാ ജോണിനോട് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണാവോ ഇനി കനിയുടെ പ്ലാൻ എന്ന് മേരിക്കുട്ടി ആദ്യോടെ പറയേ. എന്തായാലും കനി വരട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് കളങ്ങി തെളിയട്ടെ. ഇനിയിപ്പോ അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. നമുക്ക് നോക്കാടിന്ന് സരസവും പറയുന്നുണ്ട്. അതെ നോക്കാമെന്ന് മേരിക്കുട്ടി പറയേ. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്, വരാനുള്ളവരൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് സരസവും. അതാണ്, എന്നാ ശരി സരസു, ഞാൻ വിളിക്കാം. ശരിയെന്ന് പറഞ്ഞ് മേരിക്കുട്ടിയും കോൾ വെക്കുകയാ. പിന്നീട് രാത്രി ഉറങ്ങാൻ കിടക്കുകയായിരുന്ന സന്തോഷിന്റെ മൊബൈലിലേക്ക് വീണയുടെ കോൾ വരുന്നുണ്ട്. സന്തോഷ് എഴുന്നേറ്റ് ചെന്ന് കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സന്തോഷ് ഏട്ടാ എന്ന് ടെൻഷനോടെ വീണ വിളിക്കുന്നുണ്ട്. എന്തുപറ്റി ഈ നേരത്തെന്ന് സന്തോഷ് ചോദിക്കേ. പലരും ഞാൻ സന്തോഷേട്ടനെ സഹായിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവരും എന്നെ വല്ലാതെ ശകാരിക്കുന്നുണ്ട്. കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുക. എന്റെ ഏറ്റവും അടുത്ത മനുഷ്യരെ എന്നെ തെറ്റിദ്ധരിക്കുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജോണേട്ടന്റെയും മേരിക്കുട്ടി ടീച്ചറുടെയും താല്പര്യവും അല്പം വൈകിയാ ഞാൻ അറിഞ്ഞത്. ജോണേട്ടനും ടീച്ചറും എന്നെ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കതൊട്ടും നിരാകരിക്കാൻ പറ്റുന്നില്ല. ഉള്ളിലെ ഇഷ്ടം മറച്ചുവെച്ച് സന്തോഷത്തിന് വേണ്ടി നിന്നവരാ മേരിക്കുട്ടി ടീച്ചറും ജോണേട്ടനും. ഒടുവില് സന്തോഷേട്ടൻ എന്നെ വേണ്ടെന്നുറപ്പിക്കുമ്പോഴും അവരെനിക്ക് താങ്ങായി നിന്നതാ. ഇനി അവരെ എനിക്ക് തഴയാൻ പറ്റില്ല. ഞാൻ സന്തോഷേട്ടന്റെ മോശം സമയത്തും ഒപ്പം നിന്നു. അതിപ്പോ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാ. ഞാൻ അവർക്ക് വാക്കു കൊടുക്കാൻ തീരുമാനിച്ചെന്ന് വീണ പറയുന്നത് കേൾക്കെ അത് വിശ്വസിക്കാനാവാതെ സന്തോഷിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴോട്ട് വീഴുകയാ. ഹലോ സന്തോഷേട്ടാ, കേൾക്കുന്നുണ്ടോ? ഹലോ സന്തോഷേട്ടാ, ഹലോ എന്നൊക്കെ വീണ വിളിക്കുന്നുണ്ടെങ്കിലും ആ മൊബൈൽ നിലത്ത് കിടക്കുകയായിരുന്നു. വീണ പറഞ്ഞ വാക്കുകൾ സന്തോഷിന്റെ മനസ്സിന് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ വീണ്ടും പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെ നീങ്ങുകയാ. ടെൻഷനോടെയും പരിഭ്രമത്തോടെയും അവൻ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്ന് അവിടെ ഇരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച് ഭ്രാന്തമായ ഒരവസ്ഥയിൽ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന മണിയും നടേശനും അമ്പരപ്പോടെ അവനെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ് നഷ്ടപ്പെടുമെന്നറിഞ്ഞ് സന്തോഷിന്റെ മനസ്സിന്റെ താളം തെറ്റലുകളാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.